വെൽക്കം ടു മൈ ഓണം വ്ലോഗ്. ഇത് ആക്ച്വലി ഒരു തട്ടിക്കൂട്ട് ഓണം വ്ലോഗാണ്. ബിക്കോസ് ഇതിനകത്ത് അങ്ങനെ ഭയങ്കര വലിയ കണ്ടന്റൊന്നുമില്ല. എല്ലാ മലയാളികളൊക്കെ ആഘോഷിക്കുന്ന പോലെ എന്താ ഒരു ചെറിയ ഓണം. ഇനി അതിൽ കുറച്ചുണ്ടെങ്കിലേ ഉള്ളൂ എൻ്റെ ഓണം. അപ്പോൾ ഇന്ന് ഉത്രാടമാണ്. അപ്പോൾ ഉത്രാടത്തിന് അങ്ങനെ വലിയ വലിയ കലാപരിപാടികളൊന്നുമില്ല. യൂഷ്വലി ഞാൻ പണ്ട് ചെയ്യാറെന്താണെന്ന് വെച്ചാൽ ഉത്രാടത്തിൻ്റെ അന്ന് പോയിട്ട് പുറത്തുനിന്ന് പൂ മേടിച്ച് തിരുവോണത്തിനന്ന് അത്തപ്പൂക്കും. പക്ഷേ കഴിഞ്ഞ വട്ടം ഞാൻ ആക്ച്വലി വീട്ടിലെ പൂവൊക്കെ വെച്ച് തന്നെ അത്തപ്പൂ ഇട്ടു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ലൈക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു അതിട്ട് കഴിഞ്ഞപ്പോൾ. സോ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, പുറത്തുനിന്ന് മേടിക്കണോ അതോ വീട്ടിലെ പൂ വെച്ച് തന്നെ ഇടണമെന്ന്. എനിവേസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് തിരുവോണത്തിനന്ന് രാവിലെ കാണാം. സോ എല്ലാവർക്കും എൻ്റെ ഒരു അടിപൊളി ഓണം ഞാൻ വിഷ് ചെയ്യുന്നു. ഞാൻ അങ്ങോട്ട് നോക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട്. സോ ഞാനിങ്ങനെ കിടന്ന് തന്നെ സംസാരിക്കുമ്പോൾ അവർക്ക് തോന്നരുത് എനിക്ക് വട്ടാണെന്ന്. അതിന് വേണ്ടിയിട്ട് ഒരു പ്രിക്വേഷനായിട്ട് ഞാൻ എടുത്ത ഒരു നോട്ടമാണ് നിങ്ങളിപ്പോൾ എന്നെ കണ്ടത്. വല്ലതും കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഈ വീഡിയോ റെക്കോർഡായിട്ട് എനിക്ക് മനസ്സിലാവത്തുള്ളൂ. സോ എമംഗ് ഓൾ ദി ഫെസ്റ്റിവൽസ് ഞാൻ ഏറ്റവും കൂടുതൽ ലുക്ക് ഫോർവേഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഓണം. ലൈക്ക് ആ ഒരു ടൈം ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആയിരിക്കും. ഓണത്തെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ഓണത്തെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലേക്ക് വരുന്ന 3 കാര്യങ്ങളുണ്ട്. ലൈക്ക് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ. ഈ ഒരു വ്ളോഗിൽ ഞാൻ ആ ഒരു 3 കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അത് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ മെമ്മറീസും ഒക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്. സോ അതിലെ ഫസ്റ്റ് കാര്യമായിരിക്കും ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രിപ്പറേഷനൊക്കെ ചെയ്യണമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കുറച്ച് ലേറ്റായി. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഇൻട്രോ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ കുറച്ച് ലേറ്റായി. സോ അതിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ്. ഫസ്റ്റ് തിങ് ഈസ് അത്തപ്പൂക്കളം. അത്തപ്പൂക്കളത്തിൻ്റെ ഒരു മെമ്മറി പറയാനാണെങ്കിൽ, ഞാൻ ചെറുതിൽ മുതലേ ഈ അത്തം തുടങ്ങുന്ന ദിവസത്തിൻ്റെ തലേ ദിവസമാകുമ്പോൾ എനിക്ക് പൂക്കൾ ഇടുന്നതിൻ്റെ പ്രാന്തുകൾ. അപ്പം അന്ന് സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഉള്ള കാട്ടിലും വീട്ടിലും ഒക്കെ കയറി ഇറങ്ങി കുറേ പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്ന് രാത്രിയാകുമ്പോൾ കുറേ ന്യൂസ് പേപ്പറിലാക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് സ്റ്റാക്ക് ചെയ്ത് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് രാവിലെ നേരത്തെ എണ്ണിക്കാത്ത ഞാൻ അന്ന് രാവിലെ എണ്ണിച്ച് അത്തപ്പൂ സെറ്റാക്കിയിടും. ലൈക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര കിടിലൻ മെമ്മറീസാണ്. സോ ഇന്നത്തെ എൻ്റെ അത്തപ്പൂക്കളം ഞാൻ വീട്ടിലെ പൂ വെച്ച് തന്നെ അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. തരക്കേടില്ല, വലിയ സ്റ്റൈലൊന്നും ഇല്ലെങ്കിലും കൊള്ളാം. അപ്പോൾ അത്തപ്പൂക്കളത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ അവതരിപ്പിക്കുന്ന 2ാമത്തെ കലാപരിപാടിയാണ് അടുത്തത് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് റെഡി ആവാനുണ്ട്. സോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ 2ാമത്തെ കലാപരിപാടി. അതായത് ഞാൻ വീണ്ടും വണ്ടി. ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വണ്ടി പോകുന്ന സൗണ്ടായിരിക്കും എൻ്റെ സൗണ്ടിനേക്കാളും കൂടുതൽ കേൾക്കാൻ പോകുന്നത്. സോ സോറി ഫോർ ദാറ്റ്. കുറച്ച് എക്സ്ട്രാ ഒരുക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ കുറച്ച് ഓവറായാലല്ലേ ആൾക്കാർ ശ്രദ്ധിക്കും. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യമാണ് ഓണക്കോടി എടുക്കുന്നത്. അതായത് നമ്മൾ ഓണമാവുന്നതിൻ്റെ 1 മന്ത് മുന്നേയൊക്കെ തന്നെ ഓണക്കോടി എടുക്കാൻ പോകും. അപ്പം ഞാനൊക്കെ ഓണക്കോടി എടുക്കുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള വള, മാല, കമ്മൽ, പൊട്ട്, ക്ലിപ്പ്, ചെരുപ്പ് ഇതെല്ലാം സെറ്റാക്കും. കാരണം അതും എല്ലാം സെയിം കളറായിരിക്കും. എനിക്ക് സെയിം കളർ വേണം. ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള വള, മാല, കമ്മൽ എല്ലാം സെയിം ആയിരിക്കണം. ഒരു കളർ പോലും കോൺട്രാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ പാടില്ല. എന്നിട്ട് തിരുവോണത്തിനന്ന് രാവിലെ നമ്മൾ അമ്പലത്തിൽ പോകുമല്ലോ. എല്ലാ തിരുവോണത്തിനും നമ്മൾ രാവിലെ അമ്പലത്തിൽ പോകും. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഞാൻ, അതായത് ഡ്രസ്സ്, മാല, കമ്മല എല്ലാം, ഒരു സാധനം പോലും ഒഴിവാക്കത്തില്ല. എല്ലാം എൻ്റെ ദേഹത്ത് ഞാൻ ദേഹത്ത് ഫുള്ള് ഇട്ടിട്ടായിരിക്കും ഞാൻ അമ്പലത്തിൽ പോകുന്നത്. ആക്ച്വലി ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ ആ രൂപമൊക്കെ കോമഡി ഉണ്ട്. അതിനും പണ്ട് അത് ഭയങ്കര നൈസായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഓണം മെമ്മറീസ് റിഗാർഡിങ് ദിസ് ഓണക്കോടി. അയ്യോ, എൻ്റെ ക്ലിപ്പെല്ലാം തറയിൽ കിടക്കുന്നത്. ഞാൻ ഓരോന്ന് എടുത്തിട്ട് വരും, എന്നിട്ട് ഇവിടെ ഇടും, എന്നിട്ട് വീണ്ടും പോയി ഒരുങ്ങും, അടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടി വീണ്ടും വരും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കുറച്ച് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാം. ഞാൻ എൻ്റെ ഓണം ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് വീഡിയോ എടുത്തു.
ചെയ്യാനുള്ള ഇതെല്ലാം മാറ്റണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ തേർഡ് എക്സൈറ്റഡ് തിങ്കിലേക്ക് തിങ്ക് ചെയ്യാനായിട്ട് പോകണം. ഓക്കെ, അപ്പോൾ അത് കാണിക്കാം. So that's all about this video. Hope you enjoyed it. And if you like this video, then എന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കും ഓണത്തിന് അങ്ങനെ എന്തെങ്കിലും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തുള്ള എന്തെങ്കിലും തട്ടിക്കൂട്ട് വ്ലോഗുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye.